വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ എല്ലാം പ്രിയ വിഭവമായ ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നല്ല ചുമന്ന കളറുള്ള നല്ല പുളിയും എരിവുമുള്ള ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കോട്ടയം സ്റ്റൈൽ മീൻ കറി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി മീൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 650 ഗ്രാം ഓലക്കൊടിയൻ മീനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓലക്കൊടിയൻ എന്നാണ് പറയുന്നത്. വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഇട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഞാൻ എപ്പോഴും നോൺ വെജ് എന്ത് സാധനങ്ങളാണെങ്കിലും ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും കഴുകി വൃത്തിയാക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് ഒരല്പം നേരം സോക്ക് ചെയ്തിടാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാലിന്യങ്ങളോ കെമിക്കൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് പിളർന്നെടുത്തത്, അതുപോലെ ഈ മീൻ കറിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുടംപുളി, ഒരു 3 ചുള കുടംപുളി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി ഒരു അല്പം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക് താളിക്കുന്നതിന് ആവശ്യമായ കടുകും ഉലുവയും 1/4 ടീസ്പൂൺ വീതം. എരിവിനായിട്ട് എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, അതുപോലെ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരല്പം ഉലുവ പൊടിച്ചത്, കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ നാടൻ റെസിപ്പീസ് ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മീൻ ചട്ടിയിൽ തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കടായി യൂസ് ചെയ്തിരിക്കുന്നത്. കടായിൽ മസാലകളെല്ലാം വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു മീൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ സവാളയോ ചെറിയ ഉള്ളിയോ ചേർക്കുന്നില്ല. പണ്ട് കാലം തൊട്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഈ മീൻ കറി ഉണ്ടാക്കിയിരുന്നത് നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കേടുകൂടാതെ ഒരു 3-4 ദിവസമൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേഗം കേടുമായി പോകും. അതുകൊണ്ടാണ് ഇതിലേക്ക് സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കാത്തത്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കറി മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിത് ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. നമുക്കിനി തീ ഒന്നുകിൽ ഏറ്റവും സിമ്മിലേക്ക് ഇടുക, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് മീൻകറിയൊക്കെ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്താലും മതി. കാരണം ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. പക്ഷേ കോട്ടയം സ്റ്റൈൽ മീൻ കറിയിൽ നമ്മൾ ഒരിക്കലും മല്ലിപ്പൊടി ചേർക്കാറില്ല. അതുപോലെ ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് കോട്ടയം മീൻ കറിക്ക് എപ്പോഴും നല്ല പുളിയും എരിവും അതുപോലെ തന്നെ നല്ല ചുമന്ന കളറും ഒക്കെ ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്നൊരു ഫ്ലേവറാണ്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഇതൊരു 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. നമുക്കിത് നന്നായിട്ടിനി വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് പൊടികൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസോളം നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് മീൻ കറിക്ക് കഷ്ണങ്ങൾ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാനൊരു 2-2.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നല്ല ചൂടുവെള്ളം ചേർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിലേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചുള കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഈ മീനിലേക്ക് ആവശ്യമായ ഒരല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു പകുതിയെ ചേർക്കുന്നുള്ളൂ. കറി ആയതിനു ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ കറിയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം ഒരല്പം ചേർക്കുക. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്കത് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റി മീൻ കഷ്ണങ്ങളിട്ട് വേവിക്കാം. നമ്മുടെ ഗ്രേവി ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി മീൻ കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഈ കഷ്ണത്തിന് ജസ്റ്റ് മുകളിൽ ഇങ്ങനെ നികക്കെ നിൽക്കണം. നമുക്കിനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ മൂടി മാറ്റി നോക്കാം. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ ഒരിക്കലും മീൻ കറിയിൽ തവിയൊന്നും ഉപയോഗിച്ച് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി മൂടി വെക്കേണ്ട. ഇത് തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം അല്പം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തണുത്തതിന് ശേഷം ഒരല്പം കൂടെ ഗ്രേവി കുറുകി വരും. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു തണുക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ മീൻകറിയുടെ ചാറൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു കൊതി വരുന്നില്ലേ? ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മീൻകറിയൊക്കെ രാത്രിയിൽ തയ്യാറാക്കി വെച്ചാൽ പിറ്റേ ദിവസം ഉച്ചയൊക്കെ ഊണിനെടുക്കുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് ആ മീൻകറിയുടെ രുചിയൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടാകും. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, അതുപോലെ തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നമ്മൾ ഈ മീൻകറിയിൽ ചെറിയ ഉള്ളിയോ സവാളയോ അതുപോലെ മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എങ്കിൽ പോലും മീൻ്റെ ചാറൊക്കെ വറ്റി നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ 1-2 ദിവസത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റുന്ന മീൻകറിയാണ്. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം മീൻ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.